ഞാനൊരു 3 വർഷം എടുത്തു. തിരുത്തും അതിൻ്റെ പിന്നെ ഈ എഡിറ്റിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ അത് ടൈം എടുത്തു. അപ്പോൾ ഒരു കൃതി ഒരു പരിണാമം പ്രാപിച്ച് ഒരു വായനയ്ക്ക് സജ്ജമായ ഒരു ലെവലിലേക്ക് ഒരു കൃതിയെ കൊണ്ടുവരേണ്ട ഒരു പ്രാഥമിക ചുമതല എഴുത്തുകാരനുണ്ട്. ഒരു കുഞ്ഞിനെ ഒരു മാതാവ് പ്രസവിക്കുമ്പോൾ വേറൊരാൾക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റത്തില്ല. ആ മാതാവ് ആ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റുള്ളൂ. ഒരു എസ്കേപ്പിസം അവിടെ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൃതിയാകുന്ന ഒരു ശിശുവിനെ ഞാൻ പ്രസവിച്ചേ പറ്റുള്ളൂ. അതിനെ ഞാൻ ഗർഭത്തിൽ വഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ സാഹിത്യകൃതിയെ എനിക്ക് ലഭിക്കുന്ന പിന്നെ എൻ്റെ ജസ്റ്റേഷൻ പീരീഡ്, എൻ്റെ ജസ്റ്റേഷൻ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒടുവിൽ ആ വർക്ക്, ആ കൃതി എനിക്ക് പിന്നെ വായനക്കാർക്ക് നൽകാം എന്ന് ചിന്തിക്കുമ്പോൾ അതിനായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും. അത്രയേ ഉള്ളൂ. സമൂഹത്തിന് താങ്കൾ നൽകുന്ന മെസ്സേജ് എന്താണ്? ഒരു സാഹിത്യകാരൻ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളാണ് ആ മെസ്സേജ്. പിന്നെ സാഹിത്യം എഴുതി സമൂഹത്തെ നന്നാക്കാം, ഉദ്ധരിക്കാം എന്ന് ഒരു സാഹിത്യകാരനും ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോക്രട്ടീസ് മുതൽ പ്ലേറ്റോ, ബുദ്ധൻ, ഗാന്ധിജി ഇവരെല്ലാം ശ്രമിച്ചിട്ടും മനുഷ്യനെ അന്തിമമായിട്ട് ഒരേ ദിശയിൽ കൊണ്ടുപോകാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കാരണം ലോകത്തിൽ അധർമ്മം, ധർമ്മം ഇത് രണ്ടുമുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഈ ശ്ലോകത ധർമ്മോ രക്ഷതി രക്ഷിത. അപ്പം ധർമ്മം രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അത് ആപ്തവാക്യം. എന്നാലിവിടെ അധർമ്മമില്ലേ? അപ്പം അധർമ്മം രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ വഴിക്ക് പോകും, ധർമ്മം രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ വഴിക്ക് പോകും. തത്വമസി മനുഷ്യാത അയം ആത്മാ ബ്രഹ്മ എന്നൊക്കെയുള്ള നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങൾ നമുക്ക് നേരത്തെ ആചാര്യന്മാർ തന്നിട്ടുണ്ട്. പിന്നെ സാഹിത്യകാരൻ കൊടുക്കുന്നത് അതിനപ്പുറമായിട്ട് ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി ഒരു ദൗത്യം സാഹിത്യകാരനെ ആരും ഇത് ഏൽപ്പിച്ചിട്ടില്ല. സാഹിത്യകാരന് തൻ്റെ കൃതികളിൽ പറയാനുള്ളത് തൻ്റെ കഥാപാത്രങ്ങളിലൂടെ, തൻ്റെ പ്രമേയങ്ങളിലൂടെ എന്തു പറയുന്നുവോ, എന്ത് പറയാൻ ശ്രമിക്കുന്നുവോ അതാണ് സമൂഹത്തിനുള്ള മെസ്സേജ്. കടമ്മനിട്ട കവിതകൾ എനിക്കിഷ്ടമാണ്. എനിക്ക് വേണ്ടി കടമ്മനിട്ടയുടെ 2 കവിതകൾ ചൊല്ലാൻ പറ്റുമോ? സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ ഇരുമ്പിൻ്റെ കരുത്തും ഭാഷയുടെ ദ്രവീഡിയൻ ദാർഢ്യവും ഉൾക്കാമ്പും തികഞ്ഞ് നിറഞ്ഞ കവിതകളാണ് കടമ്മനിട്ട എക്കാലവും എഴുതിയിട്ടുള്ളത്. എനിക്ക് മലയാളത്തിൽ വളരെയധികം ബഹുമാനമുള്ള എടശ്ശേരിക്കും വൈലോപ്പിള്ളിക്കും അല്ലെങ്കിൽ കൃഷ്ണവാര്യർക്കുമൊക്കെ ഒപ്പം തന്നെ ഞാൻ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന മലയാള കവിയാണ് കടമ്മനിട്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ചൊല്ലാമെന്ന് ചോദിച്ചപ്പോൾ ഒരു മലയാളത്തിൽ എഴുതുന്ന ഒരു കവിക്ക് മറ്റൊരു കവിയുടെ 4 വരികൾ ചൊല്ലിയില്ല എങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കവിതയുണ്ട്. അതൊരു പ്രണയ കവിതയാണ്. ഒരു പഴയ പ്രേമം നാടൻ മട്ടിൽ എന്ന ഒരു കവിത. ഈ കവിത കടമ്മനിട്ട അധികം കവിയരങ്ങുകളിൽ അവതരിപ്പിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഈ കവിത വളരെ നല്ലൊരു കവിതയാണ്. ചൊല്ലാൻ വളരെയധികം ഗ്രാമഭംഗി തികഞ്ഞ ഒരു കവിതയാണ്. ഈ കവിതയിലെ ചില വരികൾ ഞാൻ സജിന് വേണ്ടി പാടാം. അന്തിക്കെന്തഴകവൾ കംശുമാൻ സമ്മാനിച്ച ചെന്തുകിൽ വാരിച്ചുറ്റി കുങ്കുമക്കുറികുത്തി വിലസി മദാലസലോലമാം മിഴി തുറന്നിട്ടതിലൂടൊലിച്ചെത്തുമൊളി പൂശിയ കടലമിതാഹ്ലാദത്തിൻ പൂന്തിരച്ചിരി തൂകി. അങ്ങനെ മറക്കല്ലേ എങ്ങിരുന്നാലും തേങ്ങി അങ്ങയ്ക്കു മാത്രമായി ജീവിച്ചിടും ഞാൻ. അങ്ങനെ മറക്കല്ലേ എങ്ങിരുന്നാലും തേങ്ങി അങ്ങയ്ക്കു മാത്രമായി ജീവിച്ചിടും ഞാൻ. മങ്ങിയ മിഴിക്കുള്ളിൽ കണ്ടു ഞാൻ
കൂലം കുത്തി കടന്നോടും കാട്ടുവെള്ളത്തിൻ തള്ളൽ, അവളന്നകക്കാമ്പിലാദ്യമായ അനന്തമാം തെളിവിൻ ഗാനം പോലെ നോവുകൾ ഉയർത്തുന്നു. നുണയും നോവിനുള്ളിൽ കിനിയും അതുപോലെ നിണയായിരുന്നൊരൻ കൺമണി തെളിയുന്നു. അകലെ കാതങ്ങൾക്കും അകലെ ചെറു വിമല ഗ്രാമഹൃദയത്തിൻ തണലിൽ തരളമാം തിരിനാളവും നീട്ടി നിനവിൻ പൂക്കൾ കോർത്തൻ വരവും പ്രതീക്ഷിച്ചു കാത്തിരിക്കയാമവൾ. ഉയരുന്നൻ ചുറ്റിലും ഇരുളിൻ നെടുങ്കോട്ടകൾ, കത്തിയില്ല വിയത്തിലെ വിളക്കുകൾ എനിക്കായി. നിശ്ചലം നിൽക്കയാണു ഞാൻ കടൽക്കര, നിശ്വസിക്കുക പോലുമെത്ര ദുഷ്കരമിപ്പോൾ. മാനവീയതയാണ് താങ്കളുടെ ഇസമെന്നും മനുഷ്യനാണ് താങ്കളുടെ മതമെന്നും സൂചിപ്പിച്ചല്ലോ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു കവിതയൊന്ന് ചൊല്ലാമോ? മാനവീയതയുടെ അംശം ഉള്ള കവിതകൾ ഒന്ന് ചൊല്ലണമെന്ന് എന്നോട് സജു ഇപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ, മാനവികത, ഞാൻ നേരത്തെ പറഞ്ഞു, മാനവികതയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മതം മനുഷ്യനാണ്, അല്ലെങ്കിൽ മാനവീയതയാണ് എൻ്റെ ഇസമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വ്യാകുലമാതാവ് എന്ന കവിതയിലെ കുറച്ച് വരികൾ മാത്രം ഞാൻ ഈ ഇൻ്റർവ്യൂവിലെ സമയക്കുറവ് കൊണ്ട് ഞാൻ അവതരിപ്പിക്കാം. അത് ആദ്യമായിട്ടാണ് ഈ കവിത ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ കവിത ഇതുവരെയും പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ടില്ലാത്ത ഒരു കവിത കൂടിയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കവിത ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ. എവിടെയാണെൻ്റെ മകൻ, എവിടെയാണെൻ്റെ ഓമനപുത്രൻ, എന്നുടയുടുചേലത്തുമ്പിൽ പിടിച്ചു തൂങ്ങി നടന്നമ്മിഞ്ഞ കുടിച്ചെൻ്റെ മാറിൽ പൂങ്കരളായി എന്നുയിരായി വളർന്നവൻ. എവിടെയാണെൻ്റെ മകൻ, എവിടെയാണെൻ്റെ ഓമനപുത്രൻ, അവൻ്റെ രക്തം വാർന്നു വീണോരരിയ മണ്ണിൽ നെരിപ്പോടു കത്തിച്ചു തീ കായുന്ന ഹേമന്തകാലമേ പറയൂ, എവിടെയാണെൻ്റെ മകൻ. മുറ്റത്തെ തുളസിത്തറയിൽ ഹവിർഫുക്കായി തുടിച്ചു ജ്വലിക്കും അന്തിത്തിരിനാളം കാണാനേ വയ്യ. കണ്ണടച്ചുറങ്ങുമ്പോൾ എൻ്റെ മകൻ കണ്ണു ചിമ്മി തുറക്കുമ്പോഴും എൻ്റെ മകൻ, കണ്ണടച്ചുറങ്ങുമ്പോൾ എൻ്റെ മകൻ കണ്ണു ചിമ്മി തുറക്കുമ്പോഴും എൻ്റെ മകൻ, എങ്ങോ ഇരുന്നെൻ്റെ മകൻ വിളിക്കുന്നുവോ, എന്തിനോ തേങ്ങിക്കരയുന്നുവോ. എങ്ങോ ഇരുന്നെൻ്റെ മകൻ വിളിക്കുന്നുവോ, എന്തിനോ തേങ്ങിക്കരയുന്നുവോ. ഇത്രയും സമയം താങ്കളുടെ അനുഭവങ്ങളും പങ്കിടുകയും കവിത ചൊല്ലുകയും നോവലിനെ പറ്റിയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൽ നന്ദിയുണ്ട്. തുടർന്നും താങ്കളിൽ നിന്ന് മികച്ച രചനകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.